ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കാൻ ആധാർ നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. എല്ലാ അക്കൗണ്ട് ഉടമകളും ഡിസംബർ 31-നകം ആധാർ കാർഡുകൾ ബാങ്കിൽ സമർപ്പിക്കണം. ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ അസ്ഥിരപ്പെടുമെന്നും മുന്നറിയിപ്പുണ്ട്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് ആധാർ നിർബന്ധമാക്കുമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വിവരങ്ങൾ മനുശങ്കർ തരും. മനു, വിശദാംശങ്ങൾ. അഞ്ചു, പാൻ കാർഡ്, സിം കാർഡ് എടുക്കുന്നതിനും അതോടൊപ്പം IT റിട്ടേൺ സമർപ്പിക്കുന്നതിനും ആധാർ കാർഡ് നിർബന്ധമാക്കിക്കൊണ്ട് നേരത്തെ കേന്ദ്രം ഉത്തരവിറക്കിയിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ഹർജി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കണമെന്ന കർക്കശ നിർദ്ദേശം കേന്ദ്ര റവന്യൂ മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ ഏപ്രിലിൽ കേന്ദ്ര IT ഡിപ്പാർട്ട്മെന്റ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ക്യാബിനറ്റ് മുമ്പാകെ വച്ചിരുന്നു. ആ നിർദ്ദേശത്തിൽ തന്നെ കേന്ദ്ര IT മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഈ നികുതി വെട്ടിപ്പ് വലിയ തോതിൽ രാജ്യത്ത് വർദ്ധിക്കുന്നു. ഇത്തരമുള്ള നികുതി വെട്ടിപ്പുകൾ തടയുന്നതിനുള്ള ഏക മാർഗം ആധാർ കാർഡ് എല്ലാ അക്കൗണ്ടുകൾക്കും നിർബന്ധമാക്കിയുമായിരുന്നു എന്നാണ് അന്ന് മന്ത്രാലയം സമർപ്പിച്ചിരുന്ന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ ഇതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ കേന്ദ്ര റവന്യൂ മന്ത്രാലയം ഇത് ഡിസംബർ 31-നകം നടപ്പാക്കിയിരിക്കണമെന്ന കർക്കശ നിർദ്ദേശം ഉത്തരവ് തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാത്തിടത്തോളം ഡിസംബർ 31-ന് ശേഷം ഇതേ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം അസാധുവാകും. പിന്നീട് ഈ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ അക്കൗണ്ടുകൾ വീണ്ടും പ്രവർത്തനക്ഷമമാവുകയുള്ളൂ. അതിനാൽ തന്നെ ഡിസംബർ 31-നകം തന്നെ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കണം എന്ന് തന്നെയാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. ഈ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാത്ത അക്കൗണ്ടുകൾ തൽക്കാലത്തേക്ക് അസാധുവാകും. ഇതിനുശേഷം വീണ്ടും ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചാൽ ശേഷം മാത്രമേ പിന്നീട് ഈ അക്കൗണ്ടുകൾ പ്രവർത്തനക്ഷമമാവുകയുള്ളൂ. നേരത്തെ പാൻ കാർഡുമായി ആധാർ കാർഡ് ബന്ധിപ്പിക്കണമെന്ന കേന്ദ്ര വിജ്ഞാപനം സുപ്രീം കോടതി ചില സംശയങ്ങൾ ചോദിക്കുന്നതിനും മറ്റും ഇടയാക്കിയിരുന്നു. ആധാർ കാർഡിലെ വിവരങ്ങൾ ചോരുന്നു എന്ന ആശങ്ക വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ആധാർ കാർഡ് എടുക്കാൻ അല്ലെങ്കിൽ ജനങ്ങളോട് നിർബന്ധിക്കാൻ സുപ്രീം കോടതിക്ക് എങ്ങനെ സാധിക്കുമെന്ന സംശയം ചോദിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടുകൾ കൂടി ആധാർ കാർഡ് നിർബന്ധമാക്കണമെന്ന ഉത്തരവ് കേന്ദ്ര റവന്യൂ മന്ത്രാലയം പുറപ്പെടുവിച്ചിരിക്കുന്നത്. അഞ്ചു, ശരി, വ്യക്തമാണ്. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിനുള്ള അവസാന ഒരുക്കവും പൂർത്തിയായി. നാളെ 11 മണിക്ക് കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഭാഗമായി നഗരം കനത്ത പോലീസ് വലയത്തിലാണ്. രാവിലെ 10:15-ന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ നാവിക വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി അവിടെ നിന്നും റോഡ് മാർഗമാണ് മെട്രോ ഉദ്ഘാടന വേദിയിലേക്ക് എത്തുക. 10:35-ന് പാലാരിവട്ടം സ്റ്റേഷനിൽ മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അദ്ദേഹം പത്തടിപ്പാലം വരെയും തിരിച്ച് പാലാരിവട്ടത്തേക്കും മെട്രോയിൽ യാത്ര ചെയ്യും. 11 മണിക്ക് കലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും മെട്രോമാൻ ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ കൊച്ചി മെട്രോ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 12:15-ന് സെന്റ് തെരേസാസ് കോളേജിൽ PN പണിക്കർ ദേശീയ വാരാചരണം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് 1:05-ന് നാവിക വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി അവിടുത്തെ ബോർഡ് റൂമിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് വൻ സുരക്ഷയിലാണ് നഗരം. SPG ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന പോലീസാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുവരുന്ന വഴിയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ട്രയൽ നടത്തി. കലൂർ സ്റ്റേഡിയത്തിന് സമീപം നിർമ്മിച്ച പന്തലിൽ 3500 പേരാണ് ചടങ്ങിനെത്തുക. ക്ഷണിക്കപ്പെട്ടവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടനത്തിന് ശേഷം തിങ്കളാഴ്ച മുതലാണ് പൊതുജനങ്ങൾക്കായി മെട്രോ സർവീസ് ആരംഭിക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊച്ചി മെട്രോയെ നിധി പോലെ കാണണമെന്ന് ഇ ശ്രീധരൻ. രാഷ്ട്രപതിയാകുക എന്നത് പലരുടെയും ഭാവന മാത്രമാണെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. ഇവിടുത്തെ കൊച്ചി നിവാസികൾ ഇത്ര കാലം കാത്തിരുന്ന ഒരു മെട്രോ വരാൻ പോവുകയാണ്. അത് വെറും സമ്മാനമായിട്ടല്ല, ഒരു നിധിയായിട്ട് അവർ കരുതണം. അത് ആൾക്കാരുടെ മനസ്സിലുള്ളൊരു ഭാവന മാത്രമാണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കൈറ്റ് ഫ്ലൈയിങ്. അതിന് വലിയ യാഥാർത്ഥ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രാജ്യത്തെ മറ്റൊരു മെട്രോയ്ക്കും അവകാശപ്പെടാനില്ലാത്ത ഒട്ടേറെ സവിശേഷതകളുമായാണ് കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണത്തിലെ വേഗതയും സുതാര്യതയും മുതൽ ഭിന്നലിംഗക്കാർക്കായി തൊഴിലവസരങ്ങൾ ഒരുക്കിയതുവരെ നീളുന്നു ആ പെരുമ. കൊച്ചി മെട്രോയിലെ ഓരോ യാത്രയും യാത്രക്കാർക്ക് പുതിയ അനുഭവങ്ങളാകും സമ്മാനിക്കുക. 2013-ൽ നിർമ്മാണം തുടങ്ങിയ കൊച്ചി മെട്രോ ലക്ഷ്യമിട്ടതിലും നേരത്തെയാണ് ആദ്യഘട്ടം പൂർത്തിയാക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമാണ് നമ്മുടെ മെട്രോ. സൗരോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന രാജ്യത്തെ ആദ്യ മെട്രോ എന്ന പെരുമയും നമുക്ക് സ്വന്തം. ഭിന്നലിംഗത്തിൽപ്പെട്ടവരെ ജോലിക്ക് നിയോഗിച്ചതിലൂടെ ലോകമാധ്യമങ്ങൾ വരെ കൊച്ചി മെട്രോയെ വാഴ്ത്തി. അങ്ങേയറ്റം വ്യത്യസ്തമായൊരു യാത്രാനുഭവമാണ് കൊച്ചി മെട്രോ യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത്. അത് യാത്രക്കാർ അങ്ങേയറ്റം ആസ്വദിക്കും എന്നുറപ്പ്.
മെട്രോ കോച്ചുകളും സ്റ്റേഷനുകളും അടിമുടി പരിസ്ഥിതി സൗഹൃദം. ഓരോ സ്റ്റേഷനിലും ഓരോ വിഷയങ്ങൾ പ്രമേയമാക്കി ചിത്രങ്ങളാൽ മൂടികൂട്ടിയിട്ടുണ്ട്. മെട്രോ തൂണുകളിൽ വെർട്ടിക്കൽ ഗാർഡനുകൾ ഒരുക്കിയും സ്റ്റേഷനുകളിലെ സൗന്ദര്യവൽക്കരണം കൊണ്ടും കൊച്ചി മറ്റു മെട്രോകളെ പിന്നിലാക്കി. മെട്രോ എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ പണിയെടുത്ത ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികൾക്ക് ആദരവൊരുക്കിയും കൊച്ചി മെട്രോ രാജ്യത്തിന് മാതൃകയായി. സാലി മുഹമ്മദ്, കൊച്ചി. മറ്റു വാർത്തകളിലേക്ക്. സ്വാമി ഗംഗേശാനന്ദയുടെ ലിംഗം ഛേദിച്ച സംഭവത്തിൽ വെളിപ്പെടുത്തലുമായി എത്തിയ പെൺകുട്ടിയുടെ ശബ്ദരേഖ പുറത്ത്. സ്വാമി ഗംഗേശാനന്ദയുടെ അഭിഭാഷകനുമായി പെൺകുട്ടി നടത്തിയ ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത്. സ്വാമിയുമായി ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നില്ലെന്നും ഇരുട്ടത്ത് കത്തി വീശിയത് താനാണെന്നും ഇത്രയും വലിയ മുറിവ് ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ലെന്നും പെൺകുട്ടി ഫോണിൽ പറയുന്നു. മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലീസ് കെട്ടിച്ചമച്ചതാണെന്നും പെൺകുട്ടി അഭിഭാഷകനോട് വെളിപ്പെടുത്തുകയാണ്. അതേസമയം പെൺകുട്ടി മൊഴി മാറ്റാൻ ഇടയാക്കിയ സാഹചര്യം പരിശോധിക്കുമെന്ന് വനിതാ കമ്മീഷൻ അറിയിച്ചു. സ്വാമി ഗംഗേശാനന്ദയുടെ ലിംഗം ഛേദിച്ച സംഭവത്തിൽ പുതിയ വെളിപ്പെടുത്തൽ കത്തിന്റെ രൂപത്തിൽ നടത്തിയാണ് പെൺകുട്ടി രംഗത്തെത്തിയത്. ഗംഗേശാനന്ദയുടെ അഭിഭാഷകൻ അയച്ച കത്തിൽ സ്വാമി ഗംഗേശാനന്ദ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ലെന്ന് പെൺകുട്ടി വെളിപ്പെടുത്തിയിരുന്നു. കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അഭിഭാഷകനുമായി ഫോണിൽ സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. സ്വാമിയുമായി യാതൊരു തരത്തിലുമുള്ള ലൈംഗിക ബന്ധവും പുലർത്തിയിരുന്നില്ല. സ്വാമിയും താനുമായുള്ളത് പിതാവ് പുത്രി ബന്ധമായിരുന്നു. സ്വാമി ഗംഗേശാനന്ദ തന്റെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിച്ചിട്ടേ ഉള്ളൂ, ചതിച്ചിട്ടില്ല. ഇക്കാര്യങ്ങളും പെൺകുട്ടി ഫോൺ സംഭാഷണത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പൊ രേഷ്മയും സ്വാമിയുമായിട്ടൊരു ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, ഫാദർ ഡോട്ടർ ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് സെക്സ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഈ പോലീസുകാർ പറയുന്നതോ നിങ്ങളും സ്വാമി നിങ്ങളെ വളരെ കൊച്ചു പ്രായത്തിൽ തന്നെ മൊളസ്റ്റ് ചെയ്തു, റേപ്പ് ചെയ്തു. സ്വാമിയുടെ ലിംഗം മുറിക്കാനായി കത്തിവീശിയത് താനാണ്. ഇത്രയും വലിയ മുറിവുണ്ടാകുമെന്ന് താൻ കരുതിയിരുന്നില്ല. അയ്യപ്പദാസ് പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തത്. പോലീസ് രേഖപ്പെടുത്തിയ മൊഴിയിലെ കാര്യങ്ങൾ കെട്ടിച്ചമച്ചതാണ്. അമ്മയുമായി സ്വാമിക്ക് ലൈംഗിക ബന്ധമില്ലെന്നുമാണ് അഭിഭാഷകൻ ശാസ്തമംഗലം അജിത്തിനോട് ഫോണിൽ പെൺകുട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇത്രയും സ്നേഹമുള്ള ആളോട് ഞാൻ ഇത്രയും നാൾക്ക് ശേഷം ചെന്നപ്പോ എനിക്ക് അത്രയൊന്നും പറ്റില്ല. ഇവ എന്റെ കൈയൊക്കെ പറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ടും തലയിൽ അടുപ്പിച്ച് എങ്ങനെയൊന്ന് ഞാൻ വീശി. അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. കാര്യം ഇരുത്ത ഐ ഡിഡ്ന്റ് സീ എനിത്തിങ്. സ്വാമി ഗംഗേശാനന്ദയുടെ ജാമ്യാപേക്ഷ ഈ മാസം 19-ന് കോടതി പരിഗണിക്കും. കത്തും ശബ്ദരേഖയും പ്രതിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതേസമയം പെൺകുട്ടിയുടെ കത്തിലെ വെളിപ്പെടുത്തലും ഫോണിലെ സ്ഥിരീകരണവുമൊക്കെ കേസിന്റെ ദിശ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വൻകിട സ്വകാര്യ ആശുപത്രികളിൽ മരണം ഉറപ്പുവരുത്തിയ രോഗികളിൽ വീണ്ടും ചികിത്സ നടത്തുന്നു. എറണാകുളത്തെ ഫോറൻസിക് സർജൻ ഡോക്ടർ ഹിതീർ ശങ്കറിന്റേതാണ് വെളിപ്പെടുത്തൽ. സ്വകാര്യ ആശുപത്രികൾ പണം തട്ടുന്നതിനായാണ് മരിച്ചവരിലും ചികിത്സ നടത്തി കബളിപ്പിക്കുന്നത്. ഇതിനെതിരെയാണ് പരാതിയുമായി യുവ ഡോക്ടർ രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ചില വൻകിട സ്വകാര്യ ആശുപത്രികളിൽ മരിച്ച രോഗികളിലും മരുന്ന് നൽകി തട്ടിപ്പ് നടത്തുന്നതായുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എറണാകുളത്തെ ഒരു പ്രമുഖ ഫോറൻസിക് സർജന്റേതാണ് ഈ വെളിപ്പെടുത്തൽ. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ തന്റെ മുൻപിൽ ഇത്തരം നിരവധി കേസുകൾ എത്തിയതായും ഡോക്ടർ വെളിപ്പെടുത്തുന്നു. ബ്രോഡ് ഡെത്ത് ടു ദ ഹോസ്പിറ്റൽ, അത് മരിച്ചിട്ടും ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുള്ള രോഗികൾക്ക് ചികിത്സ കൊടുക്കുന്ന ഒരു രീതി ഇന്ന് നമ്മുടെ വൻകിട ഹോസ്പിറ്റലുകളിലെല്ലാം കണ്ടുവരുന്നു. ഇപ്പോൾ എറണാകുളത്തുള്ള വൻകിട ഹോസ്പിറ്റലുകളിൽ വന്ന മെഡിക്കൽ ലീഗൽ കേസുകളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. മരിച്ചു എന്ന് പറയുമ്പോൾ ഫൈനാൻഷ്യലായിട്ട് ഒന്നും കിട്ടാത്ത ഒരവസ്ഥയിൽ ഒരു ഫൈനാൻഷ്യൽ ചൂഷണവും ഇതിനൊപ്പം നടക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് ഒരു നിഗമനത്തിലെത്താൻ. കൈരളി പീപ്പിളിനോടാണ് ഡോക്ടർ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. ഇത്തരത്തിലുള്ള സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ സുതാര്യമാക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. ഇതിനായി IMAയും സർക്കാരും രംഗത്ത് വരണമെന്നും ഇദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ ആളുകൾക്ക് തോന്നുന്ന രീതിയിലാണ് ഓരോ ഹോസ്പിറ്റലിന്റെ സെറ്റപ്പ് അനുസരിച്ച് ഇപ്പോൾ ചാർജ് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സമ്പ്രദായം മാറ്റി ഓരോന്നിനും ഓരോ പ്രത്യേക വില നിശ്ചയിക്കുന്നത് നന്നായിരിക്കും. മരണശേഷവും ഇത്തരത്തിൽ നൽകുന്ന ചികിത്സ ഒരു പരിധിവരെ പണം തട്ടുന്നതിന് വേണ്ടിയാണ്. ഇത് കൂടാതെ യോഗ്യതയില്ലാത്ത ഡോക്ടർമാരുടെ പ്രവർത്തനവും ഇതിന് കാരണമാകാറുണ്ട്. ഗുരുതരമായി ആശുപത്രിയിലെത്തുന്ന രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർ ആത്മാർത്ഥമായി പ്രവർത്തിക്കാറുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഡോക്ടർമാർക്ക് തന്നെ ദോഷകരമായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരോ ബന്ധപ്പെട്ട അധികാരികളോ ആവശ്യപ്പെട്ടാൽ കൃത്യമായ തെളിവുകൾ നൽകാൻ താൻ തയ്യാറാണെന്നും ഡോക്ടർ ഹിതീർ ശങ്കർ പറഞ്ഞു. സർക്കാർ ആശുപത്രികൾക്ക് സമാനമായി സ്വകാര്യ ആശുപത്രികളിലും ചികിത്സാ രീതികൾ സുതാര്യമാക്കിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രവണതകൾ തടയാൻ കഴിയുകയുള്ളൂ. ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം ഷാജഹാൻ.
ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ സ്കൂൾ കുട്ടികൾക്കായി പുറത്തിറക്കിയ നെയിം സ്ലിപ്പിന്റെ പ്രകാശനവും പദ്ധതിയിൽ കുട്ടികളുടെ പങ്കാളിത്തവും അഭിപ്രായവും തേടിയുള്ള മുഖ്യമന്ത്രിയുടെ സന്ദേശം കൈമാറൽ ചടങ്ങും തിരുവനന്തപുരത്ത് നടന്നു. മണക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടറും സബ് കളക്ടറുമാണ് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്കൂൾ കുട്ടികൾക്കായി ഹരിത കേരള സന്ദേശം വ്യക്തമാക്കുന്ന നെയിം സ്ലിപ്പ് പുറത്തിറക്കിയത്. നെയിം സ്ലിപ്പിന്റെ പ്രകാശനം മണക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ കുട്ടികൾക്ക് നൽകുന്ന കത്ത് സബ് കളക്ടർ അസംബ്ലിയിൽ കുട്ടികൾക്ക് വേണ്ടി വായിക്കുകയായിരുന്നു. പരിസ്ഥിതി സംരക്ഷണം, കൃഷി, പ്ലാസ്റ്റിക് നിരോധനം തുടങ്ങിയ കാര്യങ്ങളിൽ കുട്ടികൾ എടുക്കേണ്ട സമീപനങ്ങൾ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പ്രിയ കൂട്ടുകാരെ, എത്ര സുന്ദരമാണ് നമ്മുടെ കേരളം. കാടും മലയും കുളവും പുഴയും വയലും കായലും അറബിക്കടലും ഒക്കെ ചേർന്ന് എത്ര മനോഹരം. പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച നമ്മുടെ കേരളത്തെ കൂടുതൽ സുന്ദരമാക്കിയാൽ എങ്ങനെയായിരിക്കും? അതിനായി നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കൂടുതൽ മരങ്ങൾ വച്ച് പിടിപ്പിക്കുക, കൂടുതൽ പ്രാണവായുവും മഴയും ലഭിക്കും, ചൂട് കുറയും, ഓസോൺ പാളിക്ക് സംരക്ഷണമാകും, പക്ഷികൾക്ക് കൂടുകൂട്ടാൻ ഇടവുമാകും. കത്തിനുള്ള കുട്ടികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മുഖ്യമന്ത്രി ആരാഞ്ഞിരിക്കുകയാണ്. ഇതനുസരിച്ച് കുട്ടികൾ മുഖ്യമന്ത്രിക്ക് കൈമാറാൻ മറുപടി കത്തും തയ്യാറാക്കി. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും മുഖ്യമന്ത്രിയുടെ കത്തും PRD പുറത്തിറക്കിയ നെയിം സ്ലിപ്പും കൈമാറിക്കഴിഞ്ഞു. സർക്കാരിന്റെ ഹരിത കേരളം പദ്ധതിക്ക് വിലയേറിയ നിർദ്ദേശങ്ങൾ നൽകുന്ന കുട്ടികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും മുഖ്യമന്ത്രി വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 1993 മുംബൈ സ്ഫോടന കേസിൽ അധോലോക കുറ്റവാളി അബു സലിം ഉൾപ്പെടെ 6 പേർ കുറ്റക്കാരാണെന്ന് ടാഡ കോടതി. ഒരാളെ വെറുതെ വിട്ടു. 1993 മാർച്ച് 12 നടന്ന സ്ഫോടനത്തിൽ 257 പേർ കൊല്ലപ്പെടുകയും 713 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു കറുത്ത ദിവസമായിരുന്നു 1993 മാർച്ച് 12. മുംബൈ തെരുവോരം രക്തത്തിൽ നനഞ്ഞിരുന്നു. മുംബൈ നഗരത്തിലെ വിവിധയിടങ്ങളിലായി നടന്ന സ്ഫോടനത്തിൽ 257 പേർ കൊല്ലപ്പെടുകയും 713 പേർക്ക് പരിക്കു പറ്റിയിട്ടുമുണ്ടായിരുന്നു. മുംബൈ സ്ഫോടന കേസിൽ 6 പ്രതികൾ കുറ്റക്കാരാണെന്ന് ടാഡ കോടതി വിധിച്ചു. ഗൂഢാലോചന, കൊലപാതകം, സ്ഫോടക വസ്തുക്കൾ വിതരണം ചെയ്യൽ എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. അബു സലീം, മുസ്തഫ ഡോസ, ഫിറോസ് അബ്ദുൾ റഷീദ് ഖാൻ, കരീമുല്ല ഖാൻ, റിയാസ് സിദ്ദഖി, താഹിർ മർച്ചന്റ് എന്നിവരാണ് പ്രതികൾ. വിധി പ്രസ്താവം സ്ഫോടനം കഴിഞ്ഞ് 24 വർഷത്തിനു ശേഷം. മുഖ്യപ്രതികളായ അബു സലീമിനെ അറസ്റ്റ് ചെയ്തത് 2002 പോർച്ചുഗലിൽ വെച്ചും മുസ്തഫ ഡോസയെ അറസ്റ്റ് ചെയ്തത് 2003 UAE വെച്ചുമാണ്. കേരളത്തിലെ കള്ളനോട്ട് കേസിൽ പ്രതിയാണ് താഹിർ മർച്ചന്റ്. അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിമും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന ടൈഗർ മേമനും ടൈഗർ മേമൻ്റെ സഹോദരൻ യാക്കൂബ് മേമനുമാണ് ഈ കേസിലെ പ്രധാന സൂത്രധാരന്മാർ. മുഖ്യപ്രതികളിൽ ഒരാളായ യാക്കൂബ് മേമനെ 2.5 വർഷം മുമ്പ് തൂക്കിലേറ്റുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടാകാം സമവായ ചർച്ചയെന്ന് സീതാറാം യെച്ചൂരി. സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേന്ദ്രം CPI-യുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. If they have any proposal of a candidate, a support can come only to a candidate. This is not an election party-wise. I mean, we are talking of a candidate. So they said, do you have any suggestions? I said, yes, there are many names that are floating around. But we'd like to know what is the government's own suggestion. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായുള്ള സമവായ നീക്കങ്ങളുടെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും വെങ്കയ്യ നായിഡുവും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തി. സമവായ ചർച്ചകളിൽ തീരുമാനമായില്ലെന്ന് നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചു. BJP പേരുകൾ മുന്നോട്ട് വയ്ക്കാതെ സമവായത്തിനില്ലെന്നും നേതാക്കൾ പ്രതികരിച്ചു. വിവരങ്ങൾ മനുശങ്കർ നൽകും. മനു, വിശദാംശങ്ങൾ. അഞ്ചു ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ രാഷ്ട്രപതി സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു സംയമനത്തിലെത്താതെ ഇന്നത്തെ ചർച്ചയിലും പിരിഞ്ഞിരിക്കുകയാണ്. 3 കേന്ദ്രമന്ത്രിമാരെയാണ് BJP പ്രതിപക്ഷവുമായി സമവായത്തിലെത്തുന്നതിനായി പാനൽ രൂപീകരിച്ചിരുന്നത്. ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, അതോടൊപ്പം ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു എന്നിവരുൾപ്പെട്ട 3 അംഗ പാനലാണ് പ്രതിപക്ഷ പാർട്ടികളുമായി സംയമനത്തിലെത്തുന്നതിനും ചർച്ചകൾക്കുമായി നിയോഗിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് രാവിലെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി കേന്ദ്രമന്ത്രിമാരെ വെങ്കയ്യ നായിഡു, രാജ്നാഥ് സിംഗും കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയിൽ BJP
ഒരു സ്ഥാനാർത്ഥിയെയും തീരുമാനിച്ചതായി പേരുകളൊന്നും മുന്നോട്ട് വച്ചില്ല. പകരം പ്രതിപക്ഷത്തിന് ഏതെങ്കിലും പേരുകൾ നിർദ്ദേശിക്കാനുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ നിലവിൽ BJP ഒരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കാത്തിടത്തോളം കാലം ഇത് വിലയിരുത്താതെ ഇത്തരം ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനാകില്ലെന്നാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയും പ്രതികരിച്ചത്. ഇതിനുശേഷമാണ് AKG ഭവനിലെത്തി 2 കേന്ദ്രമന്ത്രിമാരും CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഈ കൂടിക്കാഴ്ചയിലും BJP ഇതുവരെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് തീരുമാനത്തിലെത്തിയിട്ടില്ല. പകരം പ്രതിപക്ഷ പാർട്ടികൾ എതിർ സ്ഥാനാർത്ഥിയെ നിർത്തരുതെന്നും പകരം ഒരു സമവായത്തിലേക്ക് എത്തണം എന്നൊരു നിർദ്ദേശമാണ് ഇരു കേന്ദ്രമന്ത്രിമാരും മുന്നോട്ട് വെച്ചത്. പക്ഷേ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ BJP നിർത്താത്തിടത്തോളം ഇതിൽ ഒരു അനുകൂല നിലപാട് സ്വീകരിക്കാനാകില്ലെന്നും എന്ന് BJP ഒരു സ്ഥാനാർത്ഥി സംബന്ധിച്ച് തീരുമാനത്തിലെത്തുന്നു അതിനുശേഷം ചർച്ച തുടരാമെന്നുമാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കിയിട്ടുള്ളത്. പല പേരുകൾ പൊതുസമ്മതനായ വ്യക്തി എന്ന നിലയിൽ ഭരണപക്ഷം പരിഗണിക്കുന്നുണ്ട്. പ്രധാനമായും കേന്ദ്രമന്ത്രി സുഷമ സ്വരാജ്, അതോടൊപ്പം ദളിത് മുഖവും ജാർഖണ്ഡ് ഗവർണറുമായ ദ്രൗപദി മുർമു, അതോടൊപ്പം ലോക്സഭാ സ്പീക്കർ സുമിത്ര മഹാജൻ തുടങ്ങിയവരുടെ പേരുകളെല്ലാം സജീവ പരിഗണനയിലുണ്ടെങ്കിലും ശിവസേന നേരത്തെ തന്നെ RSS മേധാവി മോഹൻ ഭാഗവതിന്റെ പേര് ശക്തമായി ഉന്നയിച്ചിരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ മഹാരാഷ്ട്രയിൽ എത്തുകയും ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. എന്തായാലും ഒരു സമവായ ചർച്ച എന്നതിനപ്പുറം പ്രതിപക്ഷത്തിന്റെ നിലപാടറിയാനാണ് ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ കേന്ദ്രം ശ്രമിച്ചത്. ശരി, വ്യക്തമാണ്. മനുശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഇസ്ലാമിക് സ്റ്റേറ്റ് തലവൻ അബൂബക്കർ അൽ ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി റഷ്യൻ സൈന്യം. മെയ് 28-ന് സിറിയയിലെ IS ശക്തി കേന്ദ്രമായ റാഖയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ബാഗ്ദാദി കൊല്ലപ്പെട്ടതായി റഷ്യ അവകാശപ്പെട്ടിരിക്കുന്നത്. ISന്റെ ഉന്നത യോഗത്തിൽ പങ്കെടുക്കവെയാണ് ബാഗ്ദാദിക്കു നേരെ ആക്രമണമുണ്ടായത്. 30ഓളം നേതാക്കളും 300ഓളം പ്രവർത്തകരും ബാഗ്ദാദിക്കൊപ്പം കൊല്ലപ്പെട്ടതായാണ് വിവരം. അമേരിക്കയുടെ ആഗോള ഭീകര പട്ടികയിൽ കർണാടക ഭട്കൽ സ്വദേശി മുഹമ്മദ് ഷാഫി അർമറും. ISലേക്ക് ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവാക്കളെ ചേർക്കുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ IS ചീഫ് റിക്രൂട്ടറായി അറിയപ്പെടുന്ന അർമറിനെതിരെ US സ്റ്റേറ്റ് ട്രഷറി ഡിപ്പാർട്ട്മെന്റാണ് നടപടിയെടുത്തത്. അർമർ ഉൾപ്പെടെ 3 IS ഭീകരർക്കെതിരെയാണ് US സർക്കാരിന്റെ നടപടി. ഇവർക്ക് USൽ സ്വത്തുണ്ടെങ്കിൽ അത് മരവിപ്പിക്കും. പുറമെ US പൗരന്മാർക്ക് ഇവരുമായുള്ള സാമ്പത്തിക വിനിമയവും ഇനി മുതൽ സാധ്യമല്ലാതാകും. ഇന്ത്യൻ മുജാഹിദ്ദീന്റെ തകർച്ചയ്ക്ക് പിന്നാലെ അർമർ പാകിസ്ഥാനിലേക്ക് കടന്നതായാണ് ഒടുവിലത്തെ വിവരം. പിന്നീട് അർമർ സ്ഥാപിച്ച അൻസാർ ഉൽ തഫ്ഹീദ് എന്ന ഭീകര സംഘടന ISൽ ലയിക്കുകയായിരുന്നു. ന്യൂഡൽഹിയിലും കുംഭമേളയ്ക്കിടെ ഹരിദ്വാറിലും ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടിട്ടുണ്ട് എന്ന കേസിൽ NIAയുടെ കുറ്റപത്രം അർമറിനെതിരെ നിലവിലുണ്ട്. 8 വർഷമായി പൂട്ടിക്കിടന്ന തിരുവനന്തപുരം വെങ്ങാനൂരിലെ അയ്യങ്കാളി സ്മൃതി മണ്ഡപം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. പിന്നോക്കക്ഷേമ മന്ത്രി AK ബാലനുമായി പട്ടികജാതി ക്ഷേമസമിതി ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിയ ചർച്ചയിലാണ് മണ്ഡപം തുറക്കാൻ തീരുമാനമായത്. ചർച്ചയിൽ K സോമപ്രസാദ് MP, B സത്യൻ MLA, മുൻ MPS അജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള തർക്കം കാരണമാണ് വർഷങ്ങളായി അയ്യങ്കാളി സ്മൃതി മണ്ഡപം അടഞ്ഞുകിടന്നത്. പുലയ മഹാസഭയും സാധുജന പരിപാലന യോഗവും തമ്മിൽ ഉടമസ്ഥാവകാശം ഉന്നയിച്ചായിരുന്നു നിയമ പോരാട്ടം. മന്ത്രിയുടെ നിർദ്ദേശം വന്നയുടൻ നെയ്യാറ്റിൻകര തഹസിൽദാരെത്തി പാഞ്ചജന്യം തുറന്നുകൊടുത്തു. ഇതേ തുടർന്ന് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് പട്ടികജാതി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ വെങ്ങാനൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനം K സോമപ്രസാദ് MP ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്കായി നാഷണൽ ചൈൽഡ് ഡെവലപ്മെന്റ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പിന് തൊടുപുഴയിൽ തുടക്കമായി. 20-ാം തീയതി വരെ നീളുന്ന ക്യാമ്പ് തൊടുപുഴ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ ഉദ്ഘാടനം ചെയ്തു. ലോക പ്രശസ്ത ട്രെയിനിംഗ് മാസ്റ്റർ ബാബ അലക്സാണ്ടറിന്റെ നേതൃത്വത്തിലാണ് ക്യാമ്പ്. വ്യക്തിത്വ വികാസം, മാനസിക ഉല്ലാസം തുടങ്ങിയ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ക്യാമ്പിന്റെ ഭാഗമായി കലാമത്സരങ്ങളും അരങ്ങേറും.